ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കേട്ടല്ലോ, ആത്മഹത്യ ചെയ്യാൻ പെണ്ണിന്റെ തെപ്പ് കാരണം ആത്മഹത്യ ചെയ്യാൻ വന്ന ചെറുപ്പക്കാരൻ കടലിലേക്ക് ചാടാൻ നിൽക്കുന്ന സമയത്താണ് തിരമാലയിൽ കുടുങ്ങി വെള്ളം കുടിക്കുന്ന ഒരു നഴ്സറി കുട്ടിയെ കാണുന്നത്. ഓടിക്കരച്ചു വന്ന കുട്ടിയെ രക്ഷപ്പെടുത്തി കരയിലെത്തിയപ്പോ ആരെന്ന് പോലും അറിയാത്ത ആയിരക്കണക്കിന് മനുഷ്യർ ആ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ രൂപത്തിലാ ദൈവം നിന്നെ പറഞ്ഞയച്ചത്. ആരെന്ന് പോലും അറിയാത്തവർ കൈ പിടിച്ച് സന്തോഷിച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ച് തിരിഞ്ഞു നടന്നു പോകുമ്പോൾ അവന് ബോധ്യപ്പെട്ടു, സന്തോഷം എന്ന് പറഞ്ഞാൽ പ്രേമിച്ചടക്കുമ്പോഴും കള്ളുടിക്കുമ്പോഴും അല്ല, മറിച്ച് സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം ഒരാൾ പുഞ്ചിരിക്കുമ്പോഴാ, അയാളെ മുഖത്ത് തെളിയുന്ന പുഞ്ചിരിയില്ല. അവിടെ നിന്ന് അങ്ങോട്ട് അവന് ബോധ്യപ്പെട്ടു, ഞാൻ എന്റെ പെണ്ണിന്റെ കൂടെ ജീവിച്ച കാലത്തേക്കാൾ, അവൾക്ക് വേണ്ടി ചെലവാക്കിയ സമയത്തേക്കാൾ ഒരൊറ്റ നന്മ കൊണ്ട് ഇത്രമാത്രം ആളുകൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആ സ്നേഹം കൊണ്ട് എന്റെ ഹൃദയത്തിലും ജീവിതത്തിലും ദൈവത്തിലേക്ക് അടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ആ വഴി അവൻ തെരഞ്ഞെടുപ്പിന്ന് ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രവർത്തകനായി മാറുന്നത് കാണാൻ സാധിക്കും. നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങുമ്പോൾ നമ്മൾ മൂകരാകുക, നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങുമ്പോൾ നമ്മളെ മനസ്സ് മരവിച്ചു പോവുക. മനുഷ്യന്റെ ഹൃദയവും മനസ്സും പടച്ചോൻ തന്നത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയാ. ഇന്ന് നമ്മൾ പറയാറുണ്ട്, സ്വന്തം തറവാട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന മൂത്രയിച്ച് മൂത്രത്തിൽ കിടക്കുന്ന ഉമ്മാനെ ഒന്ന് കുളിപ്പിക്കാന് നാട്ടിൽ ഏതെങ്കിലും ഒരു ജീവകാരുണ്യ പ്രവർത്തകന്റെ വാൻ വരണമെന്ന് തീരുമാനിച്ച പൈസ ഉണ്ടാവൂ, സമാധാനം ഉണ്ടാവില്ല. അത് അവനവന്റെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടതാ. അത്ര പളുങ്കുപോലെ ആ പടച്ചോൻ നമ്മളെ മനസ്സിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇന്ന് എന്ത് നന്നാക്കിയാലും അവൻ എന്റെ മനസ്സിനെ മാത്രം ആരും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സൂക്കേടായി മാറിക്കൊണ്ടിരിക്കുക ഡിപ്രഷൻ, ടെൻഷൻ, സ്വൈര്യമില്ലായ്മ, ഉറക്കമില്ലായ്മ, കുടുംബത്തിൽ ഒരു സമാധാനമില്ലായ്മ, എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ ഇല്ല. ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാകേണ്ടത് സ്വന്തത്തിന് വേണ്ടി ഓടുമ്പോൾ മാത്രമല്ല, നമ്മൾ കാരണം മറ്റൊരാൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് മുഖേനയുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്, അത് മുഖേനയുണ്ടാകുന്ന ഒരു വല്ലാത്ത അനുഭൂതിയുണ്ട്. ഹൃദയം നന്നാവണം, മനസ്സ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിലാക്കി മാറ്റാൻ പറ്റണം. എങ്കിൽ പടച്ചം തരും ഒരു കാരക്കയിലും അവനാന്റെ വീട്ടിൽ ഒരു പിടി റേഷനരിയിലും സമാധാനം തരും.